ക്ലീറ്റസ് ഏട്ടാ, ക്ലീറ്റസ് ഏട്ടാ, എനിക്കൊന്നും അറിയില്ല ഏട്ടാ, എനിക്കൊന്നും അറിയില്ല ഏട്ടാ. ഞാൻ പറഞ്ഞല്ല സത്യം ഏട്ടാ, എനിക്കറിയാൻ പാടില്ല ക്ലീറ്റസ് ഏട്ടാ. സാറേ, ഇവൻ പറഞ്ഞ സത്യമാണെന്ന് തോന്നണം കേട്ടോ. കുറെ കാലമായിട്ട് നമ്മുടെ കൂടെ ഉള്ള ആളല്ലേ. അയ്യോ അയ്യോ ക്ലീറ്റസ് ഏട്ടാ, എനിക്കറിയില്ല ഏട്ടാ. നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പറയടാ, അല്ലെങ്കിൽ ഇത് വലിയ വിഷയമാവും കേട്ടോ. എനിക്കൊന്നും അറിയില്ല ഏട്ടാ, നീ വിഷമിക്കാതടാ, എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്കാം. പന്ന കഴിവേറെ മക്കളെ, ഒരെണ്ണത്തിന് വിശ്വസിക്കാൻ കൊള്ളില്ല. ചവിട്ടിയാൻ സർവീസിന് വിരമിച്ചാലും എന്നെ കൊണ്ട് ആവശ്യമുള്ളവരൊക്കെ എപ്പോഴും ഉണ്ട്. താൻ എന്താ ഉദ്ദേശിക്കണേ? താനങ്ങോട്ട് ഇരിക്കടോ. അവരോട് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ തമ്മിലൊരു ഡീൽ ഉറപ്പിക്കണ്ടേ? എന്താ എൻ്റെ മെച്ചം? 20 ലക്ഷം, 50 ലക്ഷം. എത്ര പോയി? സ്വർണവും പണവുമായിട്ട് ഏകദേശം 10 കോടി. പിന്നെ ചില ഫയലുകളും. 10 കോടി എന്ന് താൻ പറയണമെങ്കിൽ മിനിമം 25 കോടിയെങ്കിലും പോയിട്ടുണ്ടാവും അല്ലേ? അപ്പോ എൻ്റെ കൂലി ഞാൻ തന്നെ പറയാം, 2.5 കോടി. ശരി, പക്ഷേ തിരിച്ചു പിടിക്കണ മുതല് 25 കോടിക്ക് മേളിൽ പോയാൽ എൻ്റെ കൂലി കഴിച്ച് 22.5 ഞാനങ്ങ് തരും. ബാക്കി ഞാനങ്ങ് എടുക്കുകയെ. പക്ഷേ പോയ മുതലല്ല, ആ ഫയലുകളാണ് അല്ലടോ പ്രശ്നം.
നിന്നോടല്ലോ പറയാൻ പറയണ സത്യം പറയാൻ അറിയില്ല സാർ, പറയാൻ അറിയില്ല സാറേ. പറയാൻ മതി സാറേ. പറയാം, ഞാൻ പറയാം സാറേ, ഞാൻ പറയാം. ഞാൻ പറയാം സാറേ, ഞാൻ പറയാം. പറയടാ പട്ടി. ഞാൻ ഓട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിട്ട് വീടിന്റെ പിറകിൽ ചായപ്പിൽ തുണി മാറാനായിട്ട് അവിടെ വെച്ചിട്ടാണ് ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത്. പറമ്പിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുതലാളി വന്നിട്ടുണ്ടാകുമെന്ന് കരുതി അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ മനഃപൂർവ്വം കുപ്പിയിലെ വെള്ളം കളഞ്ഞ് വെള്ളം ചോദിക്കുന്ന ഭാവത്തിൽ ഞാൻ അവിടേക്ക് പോയി. എന്നെ കണ്ടപ്പോ ബാത്റൂമിലെ ഷവർ ശരിയാക്കാനെന്നും പറഞ്ഞ് അവൾ എന്നെ അകത്തേക്ക് വിളിച്ചോണ്ട് പോയി. അവളുടെ കൂടെ അകത്തേക്ക് വന്ന ഞാൻ കോണിപ്പടി കയറി ആ വരാന്തയിലൂടെ ഞാൻ മുറിയുടെ മുന്നിലെത്തി. എന്നെ അകത്തേക്ക് വിളിച്ച് അവൾ ആ വാതിലിനടുത്ത് തന്നെ നിന്നു. ഞാൻ അകത്തേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങളുടെ ശരീരങ്ങൾ തമ്മിൽ ഉരസി. അപ്പോൾ ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് ഞാനൊരു ഉമ്മ ചോദിച്ചു. ഒരു ഉമ്മയ്ക്ക് വേണ്ടിയാണോ നായിന്റെ മോനെ എന്നെ ചതിച്ചത്? ബാക്കി പറയടാ. എല്ലായിടത്തും ഞാൻ പരിശോധിച്ചു. ഇവൻ പറയുന്നതെല്ലാം സത്യമാണ്. ഈ വീടിനെ പറ്റി എല്ലാം അറിയാവുന്ന ഒരാളാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിന് പിന്നിൽ ഈ വീടുമായി ബന്ധപ്പെട്ട ഒരാളുണ്ട്. ഒന്നുകിൽ അയാളുടെ അറിവോടെ, അല്ലെങ്കിൽ അയാളുടെ വിവരമില്ലായ്മ മുതലാക്കിക്കൊണ്ട്. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. ആ പന്നി ഇവരുടെ ആരാണെന്ന് പറ. ഞാനോ? മുതലാളി? നീ എവിടത്തെ പോലീസുകാരനാടാ? എന്റെ മുതൽ ഞാനെന്തിനാ കാക്കുന്നത്? അതിലൊരു ഫയല് പുറത്തു പോയാലുണ്ടല്ലോ, ഒരുത്തനും ജീവനോടെ ഇരിക്കില്ല. നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണെന്നല്ല,
നിങ്ങളുടെ വീക്കൻസ് പെണ്ണാണ്. നിങ്ങളുടെ വാട്സപ്പ് മെസ്സേജ് സോഷ്യൽ മീഡിയ എല്ലാം ഞാൻ ചെക്ക് ചെയ്തു. ഈ വീടിനകത്ത് മുമ്പ് കയറിയിട്ടുള്ള ആരോ ഒരാൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കൂ. ഇത് ചെയ്തത് സ്ത്രീകളാണെങ്കിൽ തൊമ്മിച്ച അത് നിങ്ങളുടെ കൂടെ കിടന്നിട്ടുള്ള ആരോ ആണ്. അതിപ്പോ ഏത് പുന്നാരമോളായിരിക്കും? ആ സ്ത്രീകൾ ആരായാലും എത്ര വിദൂരത്ത് പോയി ഒളിച്ചാലും ഈ ഐസക് എബ്രഹാം പൊക്കിയിരിക്കും.